എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മലയാളികൾക്ക് നിഷാൽ ചന്ദ്ര എന്ന വ്യക്തി സുപരിചിതനാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാവ്യ മാധവനെ വിവാഹം കഴിച്ചതോടു കൂടിയാണ്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ഗാന്ധർവം, ജാക്ക്പോട്ട്, ഇലവങ്കോട് ദേശം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കാവ്യയുടെ വിവാഹത്തോടു കൂടിയാണ് അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനാകുന്നത്. അപ്പൊ 2009 ആണ് ഇരുവരുടെയും വിവാഹം നടന്നത്. അത് സത്യം പറയുകയാണെങ്കിൽ വലിയ ആളും ആരവവും കൊട്ടും കുരവുമായിട്ട് ഒരു താരപ്പൊലിമയോടുകൂടി തന്നെയാണ് ആ സമയത്ത് ഇവരുടെ വിവാഹം എല്ലാം നടന്നത്. അത് ലൈവൊക്കെ ആയിട്ട് ചില മാധ്യമങ്ങളെല്ലാം കാണിച്ചിരുന്നു. അതിന്റെ ചിത്രങ്ങളെല്ലാതും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും യൂട്യൂബിൽ ചില യൂട്യൂബുകളിൽ തെരഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിവാഹ സമയത്ത് ഫോട്ടോസ് എല്ലാതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അന്ന് ഏകദേശം 25 വയസ്സായിരുന്നു കാവ്യക്ക് ആ സമയത്ത് പ്രായം. അപ്പൊ ബാങ്ക് ഉദ്യോഗസ്ഥനും ബിസിനസ്സുകാരനും എല്ലാം ആയിരുന്നു ഈ വരൻ നിഷാൽ ചന്ദ്ര. അപ്പൊ അത്യന്തം ആർഭാടത്തോടെ നടന്ന ആ സമയത്ത് ആ വിവാഹം ഫോട്ടോ എല്ലാം പെട്ടെന്ന് ഒരു ഫോട്ടോ വരുമ്പോഴും അതെല്ലാം വൈറലായിക്കൊണ്ടിരുന്നു. ആ സമയത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്ത ഒരു വിവാഹ മാമാങ്കം ആയിരുന്നു ആ സമയത്ത് അത്. അപ്പൊ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്ത്, അതായത് കാവ്യമാധവൻ നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ഒരു വിവാഹം നടന്നത്. അപ്പൊ വിവാഹശേഷം കാവ്യമാധവൻ അഭിനയത്തിൽ നിന്ന് വിട്ടുമാറി ഭർത്താവിനൊപ്പം കുവൈറ്റിലേക്ക് പോയി. കാരണം അദ്ദേഹത്തിന് കുവൈറ്റിലാണ് ജോലി. പിന്നീട് കാവ്യയെ കുറിച്ച് നമുക്കൊരു വിവരം ഉണ്ടായില്ല. പ്രേക്ഷകർ അതെല്ലാം മറന്നു കഴിഞ്ഞു. പിന്നീട് 5 മാസങ്ങൾക്ക് ശേഷമാണ് ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ വളരെ പ്രേക്ഷകരെല്ലാം ഞെട്ടിയ, സിനിമാ ലോകം ഞെട്ടിയ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് നിഷാലുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താൻ കാവ്യ ശ്രമം ആരംഭിച്ചു എന്നതായിരുന്നു ആ സമയത്തെ വാർത്ത. മാത്രമല്ല, ഗാർഹിക പീഡനത്തിന് നിഷാലിനും കുടുംബത്തിനെതിരെ ഒരു കേസും കാവ്യ ഫയൽ ചെയ്തു എന്ന് അന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1.5 വർഷക്കാലത്തോളം ഇരുവരും അതിന്റെ പിന്നാലായിരുന്നു. അതായത് വിവാഹമോചന കേസിന്റെ പിന്നാലെ ആയിരുന്നു. പിന്നീട് ഉഭയസമ്മത പ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടതോടെ ഏകദേശം 2011 ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു, വിവാഹമോചിതരായി. അപ്പൊ ആ സമയത്ത് തന്നെ ഒപ്പം അദ്ദേഹത്തിനെതിരെ കൊടുത്തിരുന്ന ഗാർഹിക പീഡന കേസും കാവ്യ പിൻവലിച്ചു. അപ്പൊ വിവാഹമോചനം നേടി അതിനുശേഷം ഒരു സെലിബ്രിറ്റി ആണല്ലോ. അപ്പൊ പത്രക്കാർ മുഴുവനും ചുറ്റും കൂടി. അപ്പൊ ആ സമയത്ത് വളരെ വൈകാരികമായിട്ടാണ് നിഷാൽ പ്രതികരിച്ചത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനും അവന്റെ വീട്ടുകാർക്കും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മാധ്യമങ്ങൾ ചുറ്റും വളഞ്ഞുവെങ്കിലും ഒന്നും പ്രതികരിക്കാൻ നിൽക്കാതെ കാവ്യമാധവൻ പോയി. അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന് ആവർത്തിച്ച് അവർ പ്രസ്താവിച്ചിരുന്നു. അത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എനിക്ക് 2 ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്. ഒന്ന് ന്യൂജേഴ്സിയിലെ സ്റ്റീഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും, മറ്റൊന്ന് കാലിഫോർണിയ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസിലും. അപ്പൊ ഇതുവരെ നടന്നതൊക്കെ എനിക്ക് പേടി സ്വപ്നമാണ്, എല്ലാം കഴിഞ്ഞു വന്നതിൽ ദൈവത്തിന് നന്ദി എന്നാണ് വിവാഹമോചന ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും അമേരിക്കയിലേക്ക് താമസം മാറി. മാത്രമല്ല, തന്റെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു പങ്കാളിയെയും അദ്ദേഹം കണ്ടെത്തി. പ്രമുഖ ബിസിനസ്മാനായ സുരേന്ദ്രനാഥിന്റെ മകളും സമ്പന്നയുമായ രമ്യയാണ് നിഷാൽ വിവാഹം ചെയ്തത്. 2013 മെയ് 13 ഇരുവരുടെയും വിവാഹം. അപ്പൊ കുടുംബസമേത ആ സമയത്ത് അമേരിക്കയിൽ സെറ്റിലായ നിഷാല് ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ചില പോസ്റ്റുകളെല്ലാം ഇടുന്നുണ്ട്. അപ്പൊ ഇരുവർക്കും, നിഷാലിനും ഭാര്യയ്ക്കും 2 മക്കളാണ് ഇപ്പോൾ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുടുംബ ചിത്രങ്ങളെല്ലാം ഇടയ്ക്ക് പങ്കുവെക്കാറുണ്ട്. അപ്പൊ മനസ്സ് തുറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഏറ്റവും അർഹതയുള്ള വ്യക്തിയാണ് നിഷാൽ എന്നാണ് ഇപ്പൊ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ അതിന് താഴെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത്. എന്നാൽ ആദ്യ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം അഭിനയത്തിലേക്ക് തിരികെ വന്ന കാവ്യ 2016 നടൻ ദിലീപിനെ വിവാഹം ചെയ്യുന്നത്. ഇരുവർക്കും മഹാലക്ഷ്മി എന്നൊരു മകളും ഉണ്ട്.